ഹലോ നമസ്കാരം. മൈ പ്രഷ്യസ് ടൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ 1982 റിലീസ് ചെയ്ത ഒരു തിര പിന്നെയും തിര എന്ന സിനിമയിലെ പാട്ടാണ് പരിചയപ്പെടുന്നത്. ഈ സിനിമയുടെ സംവിധാനം PG വിശ്വംഭരനാണ്. അദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ്. ഈ സിനിമയിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് MG രാധാകൃഷ്ണൻ സാറാണ്. പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ചുനക്കര രാമൻകുട്ടി സാറാണ്. MG രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലളിതഗാനങ്ങളെ ഇത്രത്തോളം മലയാളികൾക്ക് പോപ്പുലറാക്കിയ വേറെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു 60s 70s ഒക്കെ ഉള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആകാശവാണിയിലൂടെ അദ്ദേഹത്തിൻ്റെ ലളിതഗാനം പഠിപ്പിക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സമയത്തുള്ള എല്ലാവരുടെയും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആകാശവാണിയിലൂടെ രാധാകൃഷ്ണൻ സാറിൻ്റെ ശബ്ദത്തിലൂടെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു 60s 70s ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ഓർമ്മകൾ രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് പറയാനുണ്ടാകും. അവരുടെ ലൈഫിലെ ഒരു സ്റ്റാർട്ടിങ് എന്താണ്, രാവിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദവുമായിട്ടാണ് അവർ അവരുടെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതൊരുപാട് ഓർമ്മകളുണ്ട്. അദ്ദേഹം ലളിതഗാനങ്ങൾ ഒരുപാട് ഹിറ്റായിട്ടുള്ള ലളിതഗാനങ്ങൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ലളിതഗാനങ്ങളുടെ ഒരുപാട് ഇതുപോലെ ലളിതഗാനങ്ങൾ നമ്മൾ മറന്നുപോയ ഒരുപാട് ഹിറ്റ് ലളിതഗാനങ്ങളുണ്ട്. അപ്പം അതുമൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ എനിക്ക് പരിചയപ്പെടുത്തണം എന്നുണ്ട്. പിന്നെ MG രാധാകൃഷ്ണൻ സാറിൻ്റെ അദ്ദേഹം വളരെ വേഴ്സറ്റൈലായിട്ടൊരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം കമ്പോസ് ചെയ്ത കുറേ പാട്ടുകളുടെ ലിസ്റ്റ് എടുത്ത് നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇപ്പം ഓ മൃദുലേ, അല്ലെങ്കിൽ തകരയിലെ മൗനമേ എന്നുള്ള പാട്ട്. അപ്പോൾ അത്രയും അത് ചെയ്ത ആൾ തന്നെയാണ്. പിന്നെ തിരനുരയും എന്നുള്ള പാട്ട് വരുന്നു, അല്ലെങ്കിൽ അങ്കോവാങ്കം എന്നുള്ളത്, ഒരു മുറൈ വന്ന് പാർത്തായ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പോസിങ് സ്റ്റൈലിൻ്റെ ആ ഒരു അത്രയും വെർസറ്റൈലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻ സ്റ്റൈൽ. ഒരുപാട് വെറൈറ്റി ആയിട്ട് അദ്ദേഹത്തിന് പാട്ടുകൾ കമ്പോസ് ചെയ്യാനുള്ള വല്ലാത്ത കഴിവുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ് രാധാകൃഷ്ണൻ സാറ്. പിന്നെ അദ്ദേഹമായിട്ട് എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം ഉള്ളത്, അദ്ദേഹം എന്നെ നല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു. അത് ശരിക്കും 1% പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ കുഴപ്പമല്ല കേട്ടോ. ഞങ്ങൾ ചെന്ന് വാങ്ങിച്ചതാണ്. അതായത് മറ്റേ നമ്മൾ സലീം കുമാറിൻ്റെ ഒരു കോമഡി ഉണ്ടല്ലോ, കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു എന്ന് പറയുന്ന എക്സാക്റ്റ് എഫക്റ്റാണത്. അത് ശരിക്കും അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുണ്ട്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ട് പരിചയപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റും കൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ അത് പറയാം. ഈ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ചുനക്കര രാമൻകുട്ടി സാറാണ്. അദ്ദേഹം ഒരു 80s 90s ഒക്കെ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള, മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളൊരു ലിറിസിസ്റ്റാണ്. പിന്നെ യേശുദാസ് സാർ ഈ പാട്ട് പാടിയിരിക്കുന്നത്, അദ്ദേഹം ഒരു സങ്കടമുള്ള പാട്ടുകൾ പാടുമ്പോൾ എനിക്കങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. യേശുദാസ് സാർ സങ്കടമുള്ള പാട്ട് പാടുമ്പോൾ വല്ലാത്ത ഫീലാണ് അതിന്. നമുക്ക് ശരിക്കും ആ പാട്ടിൻ്റെ ആ ഒരു ഭാവം മുഴുവൻ നമുക്ക് വല്ലാതെ ഉൾക്കൊള്ളാൻ പറ്റും. ഈ പാട്ട് ശരിക്കും സിനിമയിൽ 2 വേർഷനുണ്ട്. ഒരു ഹാപ്പി വേർഷനുണ്ട്. ഹാപ്പി വേർഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലെ ഒരു വേർഷനുമുണ്ട്. അതല്ലാതെ സാഡ് വേർഷനുമുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് സാഡ് വേർഷനാണ്. അതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് എനിക്കൊന്ന് പാട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ചെങ്കിലും റിലവൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാട്ട് പരിചയപ്പെട്ടിട്ട് നമുക്ക് പാട്ട് പരിചയപ്പെട്ടതിന് ശേഷം സിനിമയുടെ വിശേഷങ്ങളും കൂടെ പറയാം. ദേവി നിൻ രൂപം ശിശിരമാസക്കുളിരാവിൽ കാണാനായി ഓമലേ ഗാനമായി നിൽപ്പു ഞാൻ. ദേവി നിൻ രൂപം
ശിശിരമാസക്കുളിരാവിൽ കാണാനായി ഓമലേ ഗാനമായി നിൽപ്പു ഞാൻ ദേവി നിൻ രൂപം. താഴമ്പൂ ചൂടി നിൽക്കും തേനൂറും ചോലയിൽ താഴമ്പൂ ചൂടി നിൽക്കും തേനൂറും ചോലയിൽ തങ്കമേ ഞാൻ നിന്നെയോർത്തു പൊൻകിനാക്കൾ കോർത്തുപോയി ദേവി നിൻ രൂപം. ശിശിരമാസക്കുളിരാവിൽ കാണാനായി ഓമലേ ഗാനമായി നിൽപ്പു ഞാൻ ദേവി നിൻ രൂപം. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ പാട്ടുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ സിനിമയെക്കുറിച്ച് പറയാനായിട്ട് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത് പ്രേം നസീർ, മമ്മൂട്ടി, രതീഷ്, ജഗതി, സത്യകല, സ്വപ്ന, പിന്നെ കലാരഞ്ജിനി. ഇതിൽ ജഗതിയുടെ ക്യാരക്ടർ ശരിക്കും ഒരു കോമഡി ക്യാരക്ടർ മാത്രമാണ്. ഇതൊരു ഓൾഡ് ഫോർമാറ്റിലുള്ളൊരു മൂവിയാണ്. അത്രയൊരു നമുക്കങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് പറയാനോ അല്ലെങ്കിൽ അങ്ങനൊരു എടുത്തു പറയത്തക്ക സീനുകളോ ഒന്നും ഉള്ളതായിട്ടൊന്നും എനിക്കങ്ങനെ ഒരു വലിയൊരു അത്ര ഡീറ്റെയിൽ പറയാനായിട്ടുള്ളൊരു മൂവിയായിട്ട് തോന്നിയില്ല. നമ്മൾ ഒരു 82 കാലഘട്ടത്തിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഇറങ്ങുന്ന മൂവീസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം ഇത് പറയാനായിട്ടാണെങ്കിൽ ഒരു കോമഡിയുടെ ഇപ്പം ജഗതിയുടെ ക്യാരക്ടർ അത് ശരിക്കും കോമഡി ശരിക്കും ഒരു വേറൊരു ട്രാക്കിലാണ് പോകുന്നത്. അത് ശരിക്കും സിനിമയുടെ കഥയുമായിട്ട് മെയിൻ കഥയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതാണ് ആ ഒരു കോമഡിയുടെ ക്യാരക്ടർ, കോമഡി ചെയ്യുന്ന ജഗതിയുടെ ക്യാരക്ടർ പോകുന്നത്. അതിൽ എനിക്കൊന്ന് രതീഷിൻ്റെ ക്യാരക്ടറുമായിട്ട് 1-2 സീനുകളിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ ഈ ജഗതിയുടെ കഥാപാത്രത്തിന് ശരിക്കും ഈ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ കഥയായിട്ട് പോലും ഒരു ബന്ധവും ഇല്ലാതെ അതൊരു കോമഡി ട്രാക്കിന് വേണ്ടി മാത്രം, അതായത് കുറേ മെയിൻ സീനുകൾ വന്നതിന് ശേഷം ഒരു കോമഡി, അങ്ങനത്തെ ഒരു പഴയ ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലിൽ എടുത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ഇപ്പം നമ്മൾ ഇപ്പം അമരം അല്ലെ തനിയാവർത്തനം, അതുപോലെ നമുക്കൊരു അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ അത്. പിന്നെ അതിനകത്ത് എനിക്കൊരു ഇതായിട്ട് തോന്നിയത് ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത് ഈ പ്രേം നസീറിൻ്റെയും അതായത് 2 കാലഘട്ടത്തിലെ അഭിനയം ശരിക്കും അതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പം പ്രേം നസീർ സ്റ്റണ്ട് സീനിലൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയവും അതേ സീനിൽ തന്നെ രതീഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പം മമ്മൂട്ടി അഭിനയിക്കുന്നത് അവരുടെ ആ ഒരു 2 കാലഘട്ടത്തിൻ്റെ അഭിനയത്തിൻ്റെ സ്റ്റൈല് വ്യത്യാസം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അതൊരു കൗതുകമാണ് അങ്ങനെ കാണുന്നത്. പിന്നെ ഞാൻ കണ്ട കോപ്പിയുടെ പ്രശ്നമാണോ എന്നറിയത്തില്ല. ഞാൻ യൂട്യൂബിലാണ് ഈ സിനിമ കണ്ടത്. അതിനകത്ത് കുറേ ഭാഗങ്ങൾ ശരിക്കും ഡബ് ചെയ്യാതെ പോയിട്ടുണ്ട്. അത് ഇനി ഒറിജിനൽ മൂവിയിൽ അത് ഉള്ളതാണോ? ഇപ്പം ഞാൻ കണ്ട മൂവിയിൽ ആ ഒരു ഡബ് ചെയ്യാത്ത പോർഷനൊക്കെ ശരിക്കും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടങ്ങ് പോയിരിക്കുകയാണ്. ഡയലോഗ് അവരുടെ ലിപ്പ് മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷേ അതിൽ ഡയലോഗ് വന്നിട്ടില്ല. അത് ഞാൻ കണ്ട ഒരു പക്ഷേ കോപ്പിയുടെ ഇതായിരിക്കാം. പിന്നെ എൻഡിങ് ഒന്നും അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് ഒരു പൂർണ്ണതയുള്ള ഒരു രീതിയിലൊന്നും എൻഡിങ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ. അപ്പം നമുക്കിനി ഇത്രയും കൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി ഈ ഒരു ഫോർമാറ്റിലാണ് ഞാൻ ഫ്രണ്ടിലേക്കുള്ള എപ്പിസോഡുകൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പാട്ടിൻ്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞതിന് ശേഷം, പാട്ട് പരിചയപ്പെട്ടതിന് ശേഷം സെക്കൻഡ് പോർഷനിൽ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളും കൂടെ പറഞ്ഞിട്ട് എൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ ഈ ഒരു എപ്പിസോഡുകൾ കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതെനിക്ക് വലിയ സപ്പോർട്ടാണ്, വലിയൊരു പ്രചോദനമാണ്. അപ്പം നമുക്കിതുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക.
അടുത്ത എപ്പിസോഡിൽ നമുക്കിതുപോലെ മറന്നുപോയ പുതിയൊരു പാട്ടുമായിട്ട് തിരിച്ചു വരാം. സോ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.